ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ട് പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി കഴിയുമ്പോൾ ഇതൊന്ന് കോരി മാറ്റാം. അതിനുശേഷം ഞാൻ 2 പഴുത്ത നേന്ത്രപ്പഴം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് വഴറ്റി ഇതിൻ്റെ കളറൊക്കെ മാറി ഇതൊന്ന് ഉടഞ്ഞു വരണം. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മുടെ നേന്ത്രപ്പഴം വഴറ്റി ഇതേപോലെ ഒരു മഞ്ഞ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ആ ടൈമിൽ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പോളമുള്ള ഫ്രഷ് നാളികേരം ചിരകിയതാണ്, അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് പഴത്തിൻ്റെ മധുരം നോക്കിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണോളമുള്ള ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഈ പഴം ഒന്ന് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉടഞ്ഞു വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മുടെ നേന്ത്രപ്പഴം എല്ലാം ഉടഞ്ഞ് നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാനിതിലേക്ക് ആദ്യമേ തന്നെ വറുത്ത് വെച്ചിരുന്ന ആ ഒരു ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം വീണ്ടും ഞാനൊരു ബൗളെടുത്തു. ബൗളിലേക്ക് ഞാൻ ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂണുള്ള ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ കണ്ടോ, പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് നല്ല രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 കപ്പോളമുള്ള മൈദ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ സ്നാക്ക് നല്ല ക്രിസ്പി ആയിരിക്കാനാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 2 പിഞ്ചോളമുള്ള ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യമേ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നില്ലേ ആ ഒരു ബനാനയുടെ മിക്സ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ച്, വെള്ളം ഒന്നും ചേർക്കരുത്, കൈ ഉപയോഗിച്ച് ഈ ബനാനയൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ഈ മാവുമായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതേപോലെ നല്ല രീതിയിൽ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. റെഡിയാക്കി എടുക്കുമ്പം കയ്യിലൊക്കെ ഒന്ന് ഒട്ടും, ആ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ആ പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓരോരോ നുള്ളായിട്ടെടുത്ത് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇത് അത്യാവശ്യം ഇത്രയും പീസസ് ആയിട്ട് ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് ഇത് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ കണ്ടോ, 2 സൈഡും നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മുടെ അടിപൊളി സ്നാക്കാണ്. പുറമേ നല്ല ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റുമാണ്. കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് ചായയുടെയൊക്കെ കൂടെ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക. ഇതേപോലെ ഒരു പുതിയ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.